ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കണിമംഗലം കോവിലകം എന്ന സിനിമയെ കുറിച്ചാണ് കേട്ടോ. ഈ സിനിമയിൽ നമ്മുടെ അജ്മൽ ഖാൻ, അതേപോലെ അബി കൃഷ്, പിന്നെ നമ്മുടെ മുഹമ്മദ് റാഫി, ഇവരൊക്കെയാണ് മുഖ്യ കഥാപാത്രമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ സിനിമ കാണുന്നത് രാത്രിയിലാണ്. അതായത് ഒരു 12 മണിക്ക് ശേഷമാണ് ഞാൻ ഈ സിനിമ ഇരുന്ന് കണ്ടത്. എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആരും അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ സിനിമ ഇരുന്ന് കാണരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ പുലർച്ചെ സമയത്തൊക്കെയാണ് ഈ സിനിമ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും നമ്മൾ വെറുക്കും. അത്രയും നല്ല ഒരു സിനിമയാണ് ഈ കണിമംഗലം കോവിലകം എന്ന് പറയുന്ന ആ ഒരു സിനിമ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഷോർട്ട് ഫിലിമായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു കഥ. ഇതിനെ ചുമ്മാ വലിച്ചു നീട്ടി 2 മണിക്കൂർ എത്തിച്ചിട്ടുണ്ട്. എന്തിനാന്ന് അറിയത്തില്ല. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ മുഹമ്മദ് റാഫി. അങ്ങേര് മാത്രമാണ് കുറച്ച് വൃത്തിക്കും മെനക്കും അഭിനയിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ ശരിക്കും ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന ആ ഒരു രീതി അത്രയും ഒന്നും പറയാൻ പറ്റില്ല. ഷോർട്ട് ഫിലിം എന്നാലും ഇതിനേക്കാൾ നല്ല അടിപൊളി കുറേ ഷോർട്ട് ഫിലിംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ കാസ്റ്റിംഗ് എടുത്ത സമയത്ത് ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരെ കൊണ്ട് നന്നായിട്ട് അഭിനയിപ്പിക്കാൻ പറ്റാത്ത കുറച്ച് പ്രശ്നങ്ങൾ ഈ സിനിമയിലുണ്ട്. പിന്നെ ഇതൊരു ഹൊറർ കോമഡി ചിത്രമാണ്. പക്ഷെ ഇതിൽ ഹൊറർ എന്താണെന്നോ അല്ലെങ്കിൽ കോമഡി എന്താണെന്നോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ചുമ്മാ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് ഈ സിനിമ അവസാനിപ്പിച്ചു എന്ന് പറയാനും പറ്റുന്നില്ല. ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഇനി സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് അത്രേ. എന്തിനാണ് സെക്കൻഡ് പാർട്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി സെക്കൻഡ് പാർട്ടിലാന്ന് തോന്നുന്നുണ്ട് ശരിക്കുമുള്ള ആ ഒരു ഹൊറർ, ആ ഒരു പ്രേതത്തിന്റെ കഥ വരുന്നത് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഇവർ സെക്കൻഡ് പാർട്ടിൽ നിർത്തിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ എന്താണ് മനുവിന്റെ കഥയോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പോരാത്തതിന് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ മൂപ്പര് എല്ലാ വള്ളിയും പിടിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഈ സിനിമയിലും ഒരു ഗസ്റ്റ് റോളായിട്ട് ആശാനും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കണിമംഗലം കോവിലകം എന്ന് പറയുന്ന ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പാട്ടുകളാണെങ്കിലും കേൾക്കാൻ അഞ്ച് കായ്ക്ക് കൊള്ളത്തില്ല. എന്തൊക്കെയോ ഒരു പാട്ട്. പിന്നെ കഥ ഒന്നും സത്യം പറഞ്ഞ ഒരു നമുക്കൊരു ഇൻട്രസ്റ്റിങ് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് ദേഷ്യം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ പുലർച്ചെ സമയം ഒരു 1 മണി 1:30 പറയുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച സംഭവങ്ങൾ കിട്ടാത്ത കാരണം കൊണ്ടുള്ള ഒരു ദേഷ്യം എനിക്കുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് ഈ കണിമംഗലം കോവിലകം 2026 ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തിരുന്നോ, അല്ലെങ്കിൽ പടം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് എനിക്ക് രേഖപ്പെടുത്തണം. ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് വന്ന ഒരു ഒരു ദേഷ്യം എല്ലാം കൂടി വന്നിട്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഇതിന് മുന്നേ ഞാനൊരു സിനിമയുടെ ഒക്കെ ഇടാറുണ്ട്. ഇത് നല്ലതാണെങ്കിൽ ഞാൻ നല്ലതെന്ന് തന്നെ പറയാറുണ്ട്. പെർഫെക്റ്റ്ലി കണ്ടോളൂ, സൂപ്പർ പടം എന്നൊക്കെ തന്നെ ഞാൻ പറയാറുണ്ട്. പക്ഷേ ഈ സിനിമ ഒന്നും അങ്ങനെ കാണാൻ ഞാൻ സജസ്റ്റ് ചെയ്തില്ല. വേണമെങ്കിൽ കാണാം, നിങ്ങൾക്ക് കാണണം തോന്നി കഴിഞ്ഞാൽ കാണാം. പക്ഷേ ഇത് ഒരു ഷോർട്ട് ഫിലിമായിട്ട് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറിനുള്ളിലൊക്കെ നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടി നല്ല ഒരു സംഭവമായി പോയേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്രയ്ക്കേ ഉള്ളൂ ഈ ഒരു സിനിമയുടെ ഒരു കഥ. ഇതിനെ വലിച്ചു നീട്ടി ഇനി സെക്കൻഡ് പാർട്ടിലോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എന്തിനാന്നുള്ളത് എനിക്കും അറിയത്തില്ല. സെക്കൻഡ് പാർട്ടൊക്കെ എന്തിനാണ് ഇവന്മാരൊക്കെ സെക്കൻഡ് പാർട്ടിൽ വന്നിട്ട് എന്തോന്ന് കാണിക്കാനാണ്? ഞാൻ പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ആ നമ്മുടെ മുഹമ്മദ് റാഫിയും കൊള്ളാം, അതേപോലെ അബി കൃഷ്, പിന്നെ നമ്മുടെ അജ്മൽ ഖാൻ കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് ചെയ്യായിരുന്നു. കാരണം മൂപ്പര് ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെന്നോ അല്ലെങ്കിൽ ഒരു അഭിനയം കാഴ്ചവെക്കുകയാണെന്നോ ഒന്നും തോന്നുന്നില്ല. മൂപ്പര് ചുമ്മാ വന്നിട്ട് ഇങ്ങനെ മൂപ്പരുടേതായിട്ടുള്ള ഒരേ ഒരു എക്സ്പ്രഷൻ മാത്രമേ ഇട്ടിട്ട് പോകുന്നുള്ളൂ. വേറെ ഒന്നും അത്ര ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ആ മൂപ്പര് കൂടി ഒന്നുകൂടി വൃത്തിക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി കാണാൻ രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കണിമംഗലം കോവിലകം എന്ന് പറയുന്ന ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും എനിക്ക് കമൻ്റ് ആയിട്ട് എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.